സൂര്യ കോമഡിയുടെ എല്ലാ പ്രേക്ഷകർക്കും കുക്കോ കുക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഓണമൊക്കെ വരികയാണല്ലോ, അപ്പം എല്ലാവരും ഓണത്തിന്റെ തിരക്കും ഡ്രസ്സ് മേടിക്കലും ഫുഡ് ഉണ്ടാക്കലും അങ്ങനെ കുറേ അധികം ഷോപ്പിങ്ങിന്റെ തിരക്കിലായിരിക്കും. അപ്പം അതിൻ്റെ ഇടയ്ക്ക് കുക്കോ കുക്കിൽ കുറച്ചധികം നല്ല സ്പെഷ്യൽ ഫുഡ് ഐറ്റംസും ഓണം സ്പെഷ്യൽ സംഭവങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇന്ന് സെറ്റപ്പ് കാണുമ്പോൾ തന്നെ അറിയാം, നമ്മൾ നമ്മുടെ ജോൺസ് വില്ലേജിലാണ് ഉള്ളത്, മുളംതുരുത്തിയിൽ. അവരുടെ പ്രോപ്പർട്ടീനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഒരു സ്റ്റേക്കേഷനൊക്കെ വരാൻ പറ്റിയ നല്ല കാം ആൻഡ് കോസി ആയിട്ട് വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ്. ശരിക്കും പറഞ്ഞാൽ എറണാകുളത്ത് നിന്നൊരു 1/4 മണിക്കൂർ ഡ്രൈവേ ഉള്ളൂ. അപ്പോൾ ഒരു ദിവസം നമ്മൾ അങ്ങ് തീരുമാനിച്ച് നമുക്കെന്താ പിന്നെ സ്റ്റേക്കേഷൻ പോയേക്കാം എന്ന് പറഞ്ഞ് വരാൻ പറ്റിയൊരു ബെസ്റ്റ് പ്ലേസ് ആണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കലവറ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ മൊത്തം ഒരു പച്ചക്കറി ഫ്രൂട്ട്സ് മയമാണ് കാണുന്നത്. നോൺ വെജ് ആയിട്ട് ഇവിടെ ഒന്നും കാണുന്നില്ല. അപ്പം കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് എന്തോ ഒരു സാലഡാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഷെഫിന്റെ കാര്യമായതുകൊണ്ട് സാലഡാണോ ഇനി ഇതും കൊണ്ട് നോൺ വെജ് ടേസ്റ്റ് ചെയ്യുന്ന പോലത്തെ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുമോ എന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല. അപ്പം എന്താണ് ഇന്നത്തെ ഫുഡ് എന്ന് അറിയാൻ വേണ്ടി നമുക്ക് നമ്മുടെ ഷെഫിനെ ഇൻവൈറ്റ് ചെയ്താലോ. സോ നമ്മുടെ ഷോയിൻ്റെ എല്ലാമായ മാജിക് ഷെഫ് എന്ന് പറഞ്ഞ് ഈ അടുത്തൊരു ഡാൻസ് ഒക്കെ കളിച്ച് അങ്ങോട്ട് വൈറലായി. നമുക്ക് അങ്ങനെയും കഴിവാണ്, എല്ലാം കഴിവാണെന്നൊക്കെ നമുക്ക് തെളിയിച്ച് തന്ന് നമ്മുടെ സ്വന്തം ഷെഫിനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. സോ ലെറ്റ്സ് വെൽക്കം ഷെഫ്. നാളെ ഡാൻസ് ഒന്നും ഇല്ല ഇപ്രാവശ്യം മറ്റേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ താങ്കളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു കട്ട കോമ്പറ്റീഷൻ ആണെന്ന് മനസ്സിലായി. അതുകൊണ്ട് അത് മാറ്റി വെച്ചു. ആ ഒരു കോമ്പറ്റീഷനിൽ തളർന്നു പോകുന്ന ഒരാളാണോ? അന്ന് പിന്നെ നമ്മളെ കണ്ടപ്പം നൈസിന് നമ്മളെ അങ്ങ് തേച്ച്. പക്ഷെ മോണിക്ക പാട്ടിന്റെ അത് നമ്മൾ ഒന്ന് പറ ഷെഫ്, എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു സംഗതി? എല്ലാരും ഫോണൊക്കെ വിളിച്ചു, എന്നിട്ട് എന്താ ഇതെന്നൊക്കെ ചോദിച്ചു. കൂടെ നിന്ന കൊച്ച് എന്താ പിണങ്ങി നടന്നു പോയെന്ന് ചോദിച്ചു. ഞാൻ പറയാം എന്റെ ഈ പറഞ്ഞ കണക്ക് അഭ്യാസം കണ്ടിട്ടായിരിക്കും. തുടങ്ങിയാലോ? തുടങ്ങാം. അപ്പൊ നമുക്ക് ഇന്നും ഫുൾ ഒരു വെജിറ്റബിൾ ഫ്രൂട്ട്സ് മയമാണല്ലോ. ശരി, അടുപ്പില്ല. ഞാനത് പ്രൊമോട്ട് ചെയ്ത് അടുപ്പില്ല. ശരിയാ. അത് നമ്മൾ ഇന്ന് നമ്മുടെ ഗസ്റ്റിന് നമ്മൾ ഒരു വെജിറ്റേറിയൻ. പുള്ളി വരുന്നത് ഒരു വലിയ പച്ചപ്പിന്റെ നാട്ടിൽ നിന്നാണ്. അറിയാം പുള്ളിയുടെ നാട് ഏതാണെന്ന്? പുള്ളിയുടെ നാട് അറിയാം. അപ്പൊ ആ പച്ചപ്പിന്റെ നാട്ടിൽ നിന്ന് പറയുമ്പോൾ പുള്ളിയെ പച്ചകൾ കൊണ്ട് വിസ്മയിപ്പിക്കാന്ന് വിചാരിച്ചു. അല്ലെ, അതല്ല എന്റെ ഡീല്. അതെ. പക്ഷെ നമ്മൾ നോൺ വെജും നമ്മൾ കൊടുക്കില്ലേ? അല്ല, നോൺ വെജ് നമുക്ക് അടുത്ത ചെയ്യും. ആദ്യമേ വരുമ്പം ഒരു പച്ച സിനാരിയോയിൽ കളിക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ ഗസ്റ്റിനെ വിളിക്കാം. സോ നമ്മുടെ ഗസ്റ്റിനെ പറ്റി പറയുവാണെങ്കിൽ ഉണ്ടല്ലോ, ഒത്തിരി അധികം സിനിമകളിലും നല്ല സജീവമായിട്ട് അഭിനയിക്കുന്ന കുറെ അധികം ഒരൊറ്റ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ആരാന്നുള്ളത് മനസ്സിലാവും. അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ നമുക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള, നമുക്ക് എന്താ പറയാ, നമുക്ക് ഡയലോഗ് പറഞ്ഞിട്ട് വിളിക്കാനാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഇപ്പൊ എന്തായാലും നമ്മൾ പറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഡയലോഗ് പറഞ്ഞ് വിളിച്ചാലോ നമ്മുടെ ഗസ്റ്റിനെ. അപ്പം ലെറ്റ്സ് ഇൻവൈറ്റ് ശരത്തേട്ടാ. നിങ്ങൾ സേഫ് അല്ലേ? സബ, പ്ലീസ് വെൽക്കം ടു അവർ ഷോ. ചേട്ടാ, ഞാൻ അപ്പോഴേ പറഞ്ഞു കൂടെ സേഫ് അല്ല. അടിപൊളി, വെൽക്കം ടു ദ ഷോ ചേട്ടാ. അവർ ഒറ്റ ഡയലോഗിൽ കേരളം പിടിച്ചു പറ്റിയ ഒരു പ്രതിഭയാണ്. അതൊരിക്കലും മറക്കില്ല, ആരും ആ ഡയലോഗ് മറക്കില്ല. അത്രയും സത്യമാണ്. കാരണം ഞാൻ പിന്നെ ചോദിക്കുന്നത്, അത് അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ആക്സിഡന്റലി ഉണ്ടായതാണോ? അല്ല, അത് സ്ക്രിപ്റ്റഡ് ആണ്. ആവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ പല ഇൻ്റർവ്യൂകളിലൊക്കെ ഇതേ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. സ്ക്രിപ്റ്റ് അവർ എഴുതുന്ന സമയത്ത് തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ക്യാരക്ടറായിട്ടായിരുന്നു കണ്ണൻ എന്ന് പറഞ്ഞുള്ള ക്യാരക്ടർ ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ഓഡീഷന് ഇത് ചെയ്തു, ഗണപതി എന്നെ സജസ്റ്റ് ചെയ്തു. അപ്പം നമ്മൾ ഫസ്റ്റ് നോക്കുമ്പോൾ ഈ തിരുവനന്തപുരം സ്ലാങ്ങിലാണ് ഞാനത് ആദ്യം അവിടെ ഓഡീഷൻ പ്രസൻറ്റ് ചെയ്തത്. പിന്നെ ഞാൻ വീട്ടിലെത്തിയപ്പം ഗണപതി ഞാൻ ചോദിക്കുന്നുണ്ട്, ഇവിടെ സെലക്ട് ആയോ ഉണ്ടായോ? അപ്പം പുള്ളി ചെയ്യാതെ നീ തന്നെ ചെയ്യാം എല്ലാവരും അങ്ങനെ തന്നെ പറയുന്നു പറഞ്ഞു. അപ്പോൾ ഞാനൊരു സജഷൻ പോലെ ചോദിച്ചതാണ്. അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കും എളുപ്പമായിരുന്നു പാലക്കാടൻ ഭാഷയിലേക്ക്. ഇയാൾ തിരുവനന്തപുരത്തു നിന്നല്ലാതെ പാലക്കാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കഥയുടെ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. പിന്നെ പെട്ടെന്ന് തന്നെ അവർ വിളിച്ചിട്ട് പാലക്കാട് പിടിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ ഷോ എന്ന് പറയുന്നത് ഷെഫ് കുക്ക് ചെയ്യും, ചേട്ടനും കുക്ക് ചെയ്യണം. ഞാൻ കണ്ടിട്ടുണ്ട്. അതെ, അപ്പോ കുക്കിങ്ങിലോട്ട് കടന്നാലോ? നമ്മൾ കുക്കിംഗ് എന്ന് പറയണോ? എന്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്? ആദ്യം നമ്മൾ ആക്ച്വലി ഒരു സാലഡ് പ്ലാൻ ചെയ്യാം. അല്ലേ? സാലഡ്സ് ഇഷ്ടമാണോ? എന്നോടല്ലല്ലോ ചോദിച്ചത്.
ചേട്ടനോട് രണ്ടുപേർത്തോളം കഴിച്ചു. സാലഡ് ഇഷ്ടമാണ്. ശരിക്കും ഇഷ്ടമാണോ? അതെ. പക്ഷെ എന്റെ മെയിൻ സാലഡ് എന്താന്നായിരുന്നു അറിയാമോ? ഞാൻ അതിന്റെ മെയിൻ സാധനം ഇവിടെ ഇല്ല. സവാളയും തക്കാളിയും. സവാള, തക്കാളി, തൈര്, ഉപ്പ്. ഇവിടെ നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് പറയൂ. ആപ്പിൾ, നാരങ്ങ, കുക്കുംബർ, തണ്ണിമത്തൻ. ഞാൻ ഇംഗ്ലീഷും മലയാളം മിക്സ് ചെയ്ത് പറയട്ടോ, രണ്ടുപേരെ ഓഡിയൻസും ഇല്ല. അല്ല രണ്ടും കൂടെ പറഞ്ഞു. അല്ല ഒന്നിന്റെ രണ്ടും പറയണമെന്നില്ല. അറിയാവുന്നതിന്റെ ഒക്കെ ലെറ്റ്യൂസ് അല്ല, അല്ലേ എനിക്കറിയില്ല. ഞാനിത് പാലക്കാട് ഇത് ഞാൻ സാലഡിൽ ഉപയോഗിക്കില്ല. എനിക്ക് സവാളയും തക്കാളി തൈരും മതി. ഞങ്ങൾ കേരളത്തിലെ ഗ്രീൻ സാലഡിന്റെ ആൾക്കാരാണ്. ശരി. അപ്പൊ ഇതെന്താണ് വരുന്നത്? ഇതാണ് ബാൽസമിക് വിനീഗർ, ഇറ്റാലിയൻ വിനീഗർ. എല്ലാവർക്കും ഈ സാലഡ് എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്നത് ഞാൻ ഒരു ഭയങ്കര ആ ഒരു ഫീലിലോട്ടാ പോയത്. കിട്ടി പെട്ടെന്ന്. എല്ലാ മണവും അതിൻ്റെതായ ഗുണമുണ്ടെന്ന്. ആ ഗുണം കിട്ടിയെന്ന് പെട്ടെന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് വാട്ടർമെലൺ ബേസ് ചെയ്തിട്ടാണ് ഈ സാധനം കുക്ക് ചെയ്യാൻ പോകുന്നത്. കുക്കിംഗ് എന്ന് പറയാൻ പറ്റില്ല, പ്രിപ്പറേഷൻ ആണ്. പ്രിപ്പറേഷൻ. ഓക്കെ. ഞാൻ ഇരിക്കും. ഇതൊന്നില്ലേ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ റെഡി. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ സൈഡ് ഇത് മുറിച്ചായിരുന്നു അല്ലേ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളത്? ഓ കറക്റ്റ്. പിന്നെ നമുക്ക് ക്യാമറ എവിടെ അല്ലേ, അങ്ങനെ ഒരു ആംഗിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്, കുഴപ്പമില്ലല്ലോ. ഓക്കെ ഇങ്ങനെ അങ്ങോട്ടേക്ക് കുഴപ്പമില്ല, ഇങ്ങനെയുള്ള നടന്മാരുള്ള രാജ്യമല്ലേ, അതൊരു സ്റ്റൈലായിട്ടിരുന്നോട്ടെ. ഇത് ചെറുതായിട്ട് ഒരു ഹെൽമെറ്റ് ഒക്കെ പോലെ ഉണ്ടല്ലേ? എങ്ങനെ ഹെൽമെറ്റ് ഒക്കെ പോലെ. ഓക്കെ, ഒരു സ്പൂൺ തരണേ. അവിടെ സ്പൂൺ എടുത്ത്. ഇല്ല നമ്മള് സെറ്റായി. ഒരു സ്പൂൺ ഞാൻ തന്നെ ഞെട്ടിപ്പോയത്. ഒരു സ്പൂൺ എടുത്തു. നമ്മളിങ്ങനെ സ്കൂപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ മോളിന്നൊക്കെ സ്കൂപ്പ് ചെയ്യാം അല്ലേ? മൊത്തം ഉണ്ടോ? മൊത്തം നമ്മൾ സ്കൂപ്പ് ചെയ്യാം. ഇത് വെച്ച് വേണമെങ്കിൽ ജ്യൂസ് ഉണ്ടാക്കാം, പല കാര്യങ്ങളും ചെയ്യാം. ചേട്ടൻ കുക്ക് ചെയ്യാറുണ്ടോ? പിന്നെ അല്ല, ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഹോസ്റ്റലിലൊക്കെ ആയിരുന്ന സമയത്ത് എൻ്റെ കുക്കിംഗ് ഭയങ്കര ഇതാണ്. ഞാൻ കഞ്ഞിയും പയറിൻ്റെ മെയിൻ ആളാണ്. അവിടെ ഹോസ്റ്റലിൽ എല്ലാവർക്കും കഞ്ഞിയും പയറുണ്ടായി. റൂംമേറ്റ്സിന് പുള്ളി പഠിക്കുന്ന കാര്യമല്ല, പണിയെടുക്കുന്ന കാര്യമല്ല. എന്തൊരു ചിന്താഗതിയാണ്. രണ്ടുപേരുടെ പെട്ട് കിടക്കാം. അയ്യോ നമ്മളത് എന്റെ കൈ കയറി പിടിക്കുന്നു. നമ്മളത് കഴിഞ്ഞ് നമുക്കൊരു കുക്കുംബർ എടുത്തിട്ട് ഇംഗ്ലീഷ് കുക്കുംബറാണ് കേട്ടോ. ഇത് മാറിക്കാൻ കട്ട് ചെയ്യരുത്. പിന്നെ അങ്ങനെ ഒന്നും റൂമൊന്നുമില്ലേ. നമ്മൾ കുക്കുംബർ കട്ട് ചെയ്തിട്ട് നമ്മൾ അതിന്റെ കറ കളയണം. ഉണ്ടോ? ജീവിതത്തിൽ ഇന്നലെ കറ കളഞ്ഞിട്ടുണ്ടോ? ഉണ്ട്, അതുണ്ട്. ഉണ്ടല്ലേ? എന്ത് കളഞ്ഞിട്ടുണ്ട്? ഇതിന്റെ കറ ഇങ്ങനെ കളഞ്ഞിട്ടുണ്ട്. ഉണ്ടല്ലേ? ശരി. പാലക്കാട്ടുകാരാ ഞാൻ കുറച്ചുകൂടെ ചെയ്യണോ? ഇങ്ങനെയാണ് കറ കളഞ്ഞിട്ടുള്ളത്. ഷെഫിനെ കാണിച്ചായിരുന്നോ? ഷെഫിനെ കാണിച്ചില്ല. ഷെഫ് നോക്ക് ഇവിടെ എത്തി. നമുക്ക് വേഗം. ഓക്കെ, ചോപ്പ് ചെയ്ത് നമ്മൾ ഇട്ടേക്കുവാണ്. ഒരു ആപ്പിൾ എടുക്കാം. ഒരു ആപ്പിളും കൂടെ എടുക്കുന്നു. അത് നാലും എപ്പോഴും മുറിച്ച് ഇല്ല, മുറിച്ചിട്ടില്ല. നമ്മളെ കൊണ്ട് കൂടുതൽ ഓരോ സാധനം. അതിപ്പോൾ നമ്മൾ ആദ്യം വാട്ടർമെലൻ്റെ ഇത് ക്ലീൻ ചെയ്തു. നമ്മൾ രണ്ടാമത്തെ കുക്കുംബർ എടുത്ത് ചോപ്പ് ചെയ്തിട്ട് നമ്മൾ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ആപ്പിൾ. 3 സംഭവങ്ങളാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഓക്കെ, ആപ്പിൾ ഇട്ടു. ഇനി നമ്മൾ പ്രായപൂർത്തിയാവാത്ത തക്കാളി ശ്രദ്ധിക്കുക. തക്കാളി ഉണ്ടായിരുന്നു അവിടെ? അയ്യോ, തക്കാളി പ്രായപൂർത്തിയാവാത്ത ഈ തക്കാളി. തിരുവനന്തപുരം സ്ലാങ്ങിലായിരുന്നു താങ്കൾക്ക് അത് ചെയ്യേണ്ടി വന്നാൽ ബ്രദർ അതെങ്ങനെ ചെയ്തേനെ? ഇത് കഴിച്ചോ? വലുതായി പോയി. മിണ്ടായിരിക്കുമല്ലോ. അല്ല, ഒരു പീസ് അവിടെ കൊടുത്തായിരുന്നു. ദൃഷ്ടി വിടാതിരിക്കാനാ. ഓക്കെ, തക്കാളി എന്താ ചെയ്തേ? തക്കാളി രണ്ടായിട്ട് കട്ട് ചെയ്തു. എത്രണ്ണം? 2. ഓക്കെ, അതെ നമ്മൾ അതെ തിരുവനന്തപുരം സ്ലാങ് ഒന്ന് പറഞ്ഞു.
അയ്യോ എന്റെ കോൺസെൻട്രേഷൻ പോകും. ഞാനൊരു സാധനം ചെയ്യുന്ന സമയത്ത് ഞാൻ 100% കൊടുക്കും. ആണല്ലേ? ഓക്കെ, നമ്മൾ ഇടയ്ക്ക് ഒരു ബ്രേക്ക് കൊടുക്കാം. ബ്രദർ ആ ചേട്ടൻ അതിനകത്ത് കിടന്ന് ഉറങ്ങാം. കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷൻ. പുതിയ ഒരു സിനിമയുടെ വിശേഷങ്ങൾ പറയൂ. ഇപ്പൊ തലവര എന്ന് പറഞ്ഞ അർജുൻ അശോകൻ നായകനാകുന്നൊരു പടം തിയേറ്ററുകളിൽ കളിക്കുന്നുണ്ട്. ഇറങ്ങിയോ? 22-ന് റിലീസായി. അതും പാലക്കാട് പടം മൊത്തം പാലക്കാട് ഷൂട്ട് പശ്ചാത്തലത്തിൽ. അതുകൊണ്ടാണോ താങ്കൾ വിളിക്കുന്നത്? ഈ പാലക്കാടുകാരനായതുകൊണ്ടാണോ? ആയിരിക്കാം. ഞാനും അതിൽ പാലക്കാടൻ സ്ലാങ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആണല്ലേ? അടിപൊളി. അത് കഴിഞ്ഞ് ലോകയിലുണ്ട് ഞാൻ. അതിലൊരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ ഉണ്ടായിരുന്നു അതിന്റെ ഷൂട്ടിംഗ്? അതിപ്പോ ഒരു വേറൊരു ടൈപ്പ് ഓഫ് ഒരു ജോണർ അല്ലേ അത്, ലോക എന്ന് പറയുന്നത്? അതെ. അപ്പം അത് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഏത് ജോണർ അത്? ഇങ്ങനെ ഒരു സൂപ്പർ ഹീറോ, വുമൻ സൂപ്പർ വുമൻ അങ്ങനത്തെ ഒരു കാണാറുണ്ട്. ഞാൻ സിനിമ കാണാറുണ്ടോന്നോ? ഞാൻ എല്ലാ സിനിമ കാണാറുണ്ട്. ഓക്കെ. അപ്പം അതില് എനിക്ക് കൂടുതൽ കല്യാണി പ്രിയദർശനമായിട്ടായിരുന്നു കോമ്പിനേഷൻ. പൊളിച്ച് ഒരു ഫോട്ടോ ഒക്കെ ഇപ്പോഴും എടുത്ത് വെക്കണം. കൂടെ അല്ലേ, പിന്നല്ലാണ്ടോ അല്ലേ? എന്താ രസമാണോ? ഓക്കെ. അപ്പൊ ഓക്കെ, കൊള്ളാം. നമ്മുടെ അങ്ങനെയൊന്നും അല്ലടാ. ഞാൻ ഇങ്ങനെ വലുപ്പൊന്നും വേണ്ട. ഒന്ന് വിളിച്ചു. അത്ര ഇട്ടുള്ളൂ. ഒരു ജസ്റ്റ് നമ്മ ഇതൊക്കെ ഇതിൻ്റെ അകത്ത് നമുക്ക്. ഓക്കെ, ഇനി അടുത്ത ലൈം. ഈ ലൈം എടുത്തോട്ടെ. നമുക്ക് അത്രയും വേണ്ട കേട്ടോ. നമുക്ക് കുറച്ച് നാരങ്ങ. നമ്മൾ അതിന്റെ ഒരു 3/4 ഭാഗം നമ്മള് ക്ലൈമാക്സിലേക്ക് പോവാ. അതിന് മുമ്പ് തിരുവനന്തപുരം സ്ലാങ് ഓണേ പറഞ്ഞോ. സാലഡ് റെഡിയായി കഴിഞ്ഞു. ഇനിയാണ് എന്റെ മാന്ത്രിക പരിപാടികളൊക്കെ കാണാൻ. അണ്ണാ നിങ്ങൾ എന്തൊരു പറയണ? സേഫ് അല്ല. അങ്ങനെ ഓക്കെ. ഉപ്പല്ല, പഞ്ചസാര ഇട്ടത് അല്ല. അതൊക്കെ മാർക്ക് കാണുന്നില്ല അവിടെ. കണ്ടു. നമുക്ക് ഇതിനകത്ത് അവിടെ മാർക്ക് നോക്കേ. ഓക്കെ, ഇനി നമുക്ക് ഫറ്റാ ചീസിലേക്ക് ഓക്കെ. ആ ചീസ് കുനുകുനാന്ന് ശാസ്ത്രത്തിന് വേണ്ട രീതിയിൽ. ആളെങ്ങനെ ഇതൊന്നും എടുത്തേ? അതന്നെ, സൂപ്പർ. നമ്മള് സാധാരണ ഒലിവ് ഓയിലിനാണ് എല്ലാരും എന്റർടൈൻ ചെയ്യുന്നത് അല്ലേ? ശരിയല്ലേ? നമുക്ക് ഇതിനകത്ത് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചാലോ? നല്ലെണ്ണ സാലഡില്. നമ്മളുടെ സാലഡിൽ നമ്മൾ ശുദ്ധമായ നല്ലെണ്ണ. അപ്പൊ ഇതിന്റെ അകത്ത് ഇപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി? ഞാൻ കൂടുതൽ ഒഴിച്ചെന്ന് പരാതി കൊച്ചു പറഞ്ഞു. ഒരു ബോട്ടിൽ കപ്പ്, പിന്നെ ഒരടപ്പില്ല കേട്ടോ. ഒരടപ്പിന് ചെറുത് അളന്നിട്ടൊക്കെ നമ്മൾ ചെയ്യുള്ളൂ. നമ്മള് ഹണി ഒഴിച്ചു. അതെ, ശുദ്ധമായ ചെറുതേൻ. പിന്നെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ബാൽസമിക് വിനീഗർ. അതും കുറച്ച് നമ്മള് മുടിയൊക്കെ മാറ്റി. സോറി. അങ്ങോട്ട് പോകും മോനെ. അന്നാറ് നമ്മൾ ഇട്ടായിരുന്നോ? ഇല്ലല്ലോ. ഏത്? ഇത് ഇവൻ നേരത്തെ ഇട്ടു. ഇട്ടായിരുന്നു. ഓക്കെ, അത് ഞാൻ കണ്ടില്ലായിരുന്നു. നല്ലൊരു സലാഡ് ബാസ്ക്കറ്റ് ആയില്ലേ? അപ്പൊ ഇതാണ് നമ്മളുടെ ഫ്രൂട്ട് ബാസ്ക്കറ്റ്. ഓ, നല്ല. അതെ, അതിനകത്തൊരു തൊട്ടി കൂടെ ഇട്ടിട്ട് നല്ല രസമുണ്ട്, നല്ല പ്രസന്റബിൾ ആയിട്ടുണ്ട്. നല്ല അപ്പൊ നമ്മള് ഇതിന്റെ അകത്ത് എന്തൊക്കെയായിരുന്നു ആഡ് ചെയ്തൊന്ന് ജസ്റ്റ് ഒന്ന് ക്വിക്ക് ആയിട്ടൊന്ന് പറഞ്ഞു. ആദ്യം നമ്മൾ വാട്ടർമെലൻ കട്ട് ചെയ്ത് ഈ ഷേപ്പിലേക്ക് ആക്കി. അതിനുശേഷം പിന്നെ നമ്മൾ കുക്കുംബർ എടുത്തിട്ട് നല്ലപോലെ ഇതാക്കിയിട്ട് നമ്മൾ ചോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്തു. അതിനുശേഷം പിന്നെ നമ്മൾ ആപ്പിൾ ആഡ് ചെയ്തു. പിന്നെ നമ്മൾ
തക്കാളി ആഡ് ചെയ്തു. തക്കാളി നല്ല ചെറിയ മൂക്കാത്ത അതിന് പറയുന്നത് ചെറിയ ടൊമാറ്റോ. സ്മോൾ ടൊമാറ്റോ. സ്മോൾ ടൊമാറ്റോ. ഹലോ, ചെറിയ ടൊമാറ്റോ എന്നല്ല, ചെറി ടൊമാറ്റോ. ഓ, ചെറി ടൊമാറ്റോ. ചെറി പോലെ ചെറി ടൊമാറ്റോ. ചെറിയ ടൊമാറ്റോ. ചെറി ടൊമാറ്റോ. പിന്നെ നമ്മള് ചീസ് ഇട്ടു. എന്ത് ചീസ്? എന്തായിരുന്നു? ഫെറ്റ ചീസ്. ഫെറ്റ ചീസ്. ഓക്കെ, ഫെറ്റ ചീസ് ഇട്ടു. പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും തേനും വിനെഗറും കുറച്ച് വിനെഗർ? ബാർസിലോണ അല്ല. ഇത്രയും വർഷം എന്റെ അടുത്ത് എന്തൊക്കെ കിട്ടുമെന്ന് ചോദിച്ചു. കൺമുന്നിൽ കണ്ടതാ കിട്ടും, മുന്നിലുണ്ടായിരുന്നതാ കിട്ടും. പിന്നെയും ലെറ്റ്യൂസ് എടുത്തിട്ടുണ്ട്. അല്ല, നമുക്ക് ഇത്രയും ലെറ്റ്യൂസ് ഇരിക്കും. അപ്പൊ നമുക്കൊരു ലെറ്റ്യൂസ് സാലഡും കൂടെ ഉണ്ടാക്കാം. വീണ്ടും നമ്മൾ സാലഡ് ഉണ്ടാക്കണം. സാലഡൊക്കെ വളരെ ഈസി ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ദിവസം പച്ച കളറിൽ കഴിക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നല്ല പച്ച കളർ കഴിക്കാം അല്ലേ? ഓക്കെ, പച്ച വെള്ളം എന്ന് പറയാൻ ഞാൻ ആലോചിച്ച് എന്തെങ്കിലും പറഞ്ഞ അവർക്ക് എന്തിനാ വെറുതെ വടി കൊടുത്ത് അടി വാങ്ങി. സത്യം അല്ലേ? ഓക്കെ ഓക്കെ, റെഡി. ആ തേനും ഇട്ടു. ഇവിടുത്തെ തേനോടെ? ഇവിടുത്തെ തേൻ എന്ത്? അത് ശരി, ഇവിടുത്തെ തേനെടുത്ത് അങ്ങോട്ട് വിട്ടു. ഞാനല്ല, പ്രൊഡ്യൂസർ. ഓക്കെ. ഓ, തേൻ ഒലിക്കുന്നു. ഓക്കെ ഓക്കെ. വിനേഗർ ആഡ് ചെയ്തു, ഉപ്പിട്ടു. ആ സംഭവം വിനേഗർ ഇട്ടു, നമ്മള് ഉപ്പിട്ടു. പഞ്ചസാര ഇട്ടായിരുന്നോ? ഇട്ടു. നമ്മൾ ചീസ് ആഡ് ചെയ്തു. എന്നിട്ട് ബ്ലെൻഡ് ചെയ്തു. ഫുൾ പച്ചപ്പാട്ടാ. ആ ലെറ്റ്യൂസ് നമ്മൾ ആഡ് ചെയ്തുകൊണ്ട് മൊത്തത്തിലൊരു പച്ചപ്പ്. അപ്പോൾ നമുക്ക് ഇനി ടേസ്റ്റ് ചെയ്യാം. സാലഡാണ് ഒരു അതൊക്കെ ചവച്ച് എൻജോയ് ചെയ്ത് കഴിക്കും. നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ മുഖത്തോട്ട്. അത് ടേസ്റ്റ് ചെയ്യാം. നമ്മുടെ ഡിഷ്. ആ തക്കാളി, ചക്ക തക്കാളി. കൊടിക്കാച്ചിരി വെള്ളം. നന്നായിട്ടുണ്ട്. എനിക്ക് ഇതുപോലുള്ള സാലഡുകൾ കഴിച്ചിട്ടുള്ള ശീലമില്ല, എനിക്ക് ഇഷ്ടമായി. ഞാൻ നേരത്തെ പറഞ്ഞില്ല, തൈര്, മറ്റേ തക്കാളി തറയിൽ വീഴുന്നു. ഞാൻ വാവ് പറയും. പൈസ കൊടുത്തിട്ടുണ്ട്, വാവ് പറയണോ? കൊടുക്ക. ആ ഫ്ലേവർ നല്ല ടേസ്റ്റ് ഉണ്ട്. മറ്റേ എന്താ ഫ്ലേവർ? ഈ ആ ജ്യൂസിന്റെ ഫ്ലേവർ ആണോ? റോസ് എന്നോട് ചോദിച്ചില്ലേ കഴിച്ചോന്ന് പറഞ്ഞില്ല, അതാണോ? അതെല്ലാം കൂടെ ബ്ലെൻഡ് അല്ലേ? എനിക്ക് കേട്ടോ വായും തുറന്നിട്ടേക്കണ്ട കൊടുത്ത. ശരി, ആക്ച്വലി സാലഡ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാനൊരു ഫാൻ അല്ല ഓഫ് സാലഡ്, പക്ഷെ ഇത് നല്ല കഴിച്ചായിരുന്നോ? ഇല്ല, ഇത് കഴിക്കാൻ വെയിറ്റിംഗാ. ഇത് കഴിച്ചു. ചീസ് ആണ് ഇതിപ്പോ ആക്ച്വലി വേറെ ഒരു ഡിഫറെന്റ് ടേസ്റ്റ് അല്ലേ? ഭയങ്കര ടേസ്റ്റ് ഉണ്ടോ? ഇത് ലെറ്റ്യൂസ് ബേസ് ചെയ്തിട്ടാണ്. ഇത് നമുക്ക് ട്രൈ ചെയ്യാം. ആക്ച്വലി വാവ്, സൂപ്പർ. ഇംപ്രസ്ഡ്. റെഡി അല്ലേ? ഭയങ്കര പച്ചപ്പ്. ഈ പച്ചപ്പ് കാണുമ്പോഴാണ് കഴിക്കാൻ ഒരു മടി. പക്ഷെ ഈ പച്ചപ്പിൽ കഴിക്കുമ്പോൾ ഒരു പൊളിയല്ലേ? ഡിഫറെന്റ് ആയില്ലേ? ആ പച്ചപ്പാണ് അതിന്റെ ഒരു പുറത്തോട്ട് തള്ളി വെക്കുന്ന ആ പച്ചപ്പ്. എൻജോയ്.
അപ്പോൾ നമ്മുടെ ഇംപ്രസ്ഡ് ആയിട്ടുള്ള സാലഡാണ് ഇത്. ഞാൻ ഭയങ്കര ഇംപ്രസ്ഡ് ആണ്, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ടേസ്റ്റോട് കൂടെ ഒരു സാലഡ് കഴിക്കുന്നത്. താങ്ക് യു ഷെഫ്. അപ്പം പറയൂ ചേട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഒരു സാലഡ് ഉണ്ടാക്കൽ? സാലഡ് പരിപാടി നമ്മളധികം പിടിക്കാറില്ല. പറഞ്ഞ മറ്റേ ചിക്കൻ കറിയുടെ കൂടെ മറ്റേ ഉള്ളിയും അതിനെയാണ് ഞാൻ ഇത്ര നാൾ സാലഡ് അതും സാലഡ് തന്നെയാണ് അല്ലേ? ആ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പരിപാടി. നല്ല, ഞാൻ വീട്ടിൽ പോയിട്ട് പക്ഷേ ഇത് കാണാപ്പാടം പഠിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ എപ്പിസോഡ് കണ്ടിട്ട്. അപ്പൊ എന്തായാലും നമ്മൾ ഇത്രയും എപ്പിസോഡ്സിൽ ആദ്യമായിട്ടാണ് ഫുള്ളി വെജിറ്റേറിയൻ ആയിട്ടുള്ള സാലഡ്സ് ഉണ്ടാക്കുന്ന ആദ്യമായിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും എന്തെങ്കിലും നോൺ വെജ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ടാവാറുണ്ട്. ഇതെല്ലാം നോൺ വെജിറ്റേറിയൻ ആണ്. ഓക്കെ, അന്ന് നമുക്ക് ഞാൻ ഒന്നുമില്ലേ. ഓക്കെ, ഞാൻ പറഞ്ഞൊക്കെ ഞാൻ തിരിച്ചെടുത്തു. അപ്പൊ നമ്മൾ നോൺ വെജ് ഫുഡ് ഉണ്ടാക്കിയിട്ട് നമ്മൾ നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് എന്താണെന്ന് വെച്ചാൽ സോറി സഭ ശ്രദ്ധിച്ചു നോക്ക്, ഈ മരങ്ങളൊക്കെ വെജിറ്റേറിയൻ ആണോ? അങ്ങനെ ഈ മരങ്ങളും ചെടികളും ഏതെങ്കിലും വെജിറ്റേറിയൻ ആണോ? എല്ലാം ഇല്ല, പുഴുവിനെയും വളവും എല്ലാം തിന്നല്ലേ? വാട്ട് യു ഈറ്റ് ഇസ് വാട്ട് യു ആർന്നല്ലേ അവര് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്ത് താങ്കൾ കഴിക്കുന്നു അവരെന്താ കഴിക്കുന്നത് അന്വേഷിക്കണം. ഈ പ്രമാണം പറയുന്നത് നിങ്ങൾ എന്ത് കഴിക്കുന്നു അതാണ് നിങ്ങളെന്താ അല്ലേ? അങ്ങനെയാണെങ്കിൽ മരങ്ങളും ചെടികളും എങ്ങനെ വെജിറ്റേറിയൻ ആവും? അപ്പൊ ഇത് വെജിറ്റേറിയൻ വിളിക്കാം ഒരു നേരം പോക്കില്. ഓക്കെ, കണ്ടിന്യൂ. ഓക്കെ, നമ്മളിനി കണ്ടിന്യൂ ഒന്നും ഇല്ല. നമുക്ക് നമ്മുടെ ഗസ്റ്റ് വന്നിട്ട് നമുക്ക് ഗിഫ്റ്റ്സ് ഒക്കെ കൊടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പുട്ടിന്റെ ഒരു പണി നമുക്ക് കൊടുക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഗിഫ്റ്റ്സിലേക്ക് കടക്കാം. അപ്പൊ നമ്മളുടെ മേജർ പുട്ടുപൊടിയാണ്. ഒരു ഇത്തിരി പൊടിക്ക് ഒത്തിരി പുട്ട്. അപ്പൊ ഇതൊരു 3-4 മാസത്തേക്കൊക്കെ നിൽക്കും തോന്നുന്നു. അപ്പൊ നമ്മൾക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തരണം പുട്ടുണ്ടാക്കി കഴിച്ചിട്ട്. അതാണ് പുട്ടുമാണ്. ഓക്കെ ഓക്കെ, ഫസ്റ്റ് വൺ. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേക്ക് കൊടുക്കുന്ന സമയത്ത് പൊതുവെ ഗസ്റ്റ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്ക് മുറിക്കും, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് തിന്നും കഴിക്കും. ഞാൻ കൊണ്ടുപോയിക്കോളാം. കണ്ടുപിടിച്ചു കേട്ടോ, ആരോ ലീക്ക് ചെയ്തു. നടന്നില്ല. എല്ലാം പറയുന്നു പുട്ടുപൊടി കൊടുക്കുന്നു, ഞങ്ങൾ ഇവിടെ വേണ്ട. അപ്പൊ സ്പൈസ് കേക്സിന്റെ ഒരു ബട്ടർ സ്കോച്ച് കേക്കാണ്. സൂപ്പർ റിച്ച് ടേസ്റ്റ്. അതെ, നമ്മുടെ ഇതിന്റെ സൂപ്പർ റിച്ച് ടേസ്റ്റ് ആണ്. അപ്പം നമ്മുടെ സ്പൈസ് കേക്സിന്റെ പുഡിംഗ് കേക്ക്, ബട്ടർ സ്കോച്ച് കേക്ക്. സീക്രട്ട് വൈറ്റൽസ് ബൈ GRTS ഫുഡ് പ്രൊഡക്ട്സ് ആണ്. ഇതെന്താണെന്നുള്ളത് നോക്കട്ടെ ഒന്ന്. എന്ത് അച്ചാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടുത്തത് നമ്മൾ കോക്കനട്ട് ഓയിലിനെ പറ്റി കുറേ പറഞ്ഞായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ പരിശുദ്ധിയുള്ള പാചകം, ആരോഗ്യമുള്ള ജീവിതം, നമ്മുടെ വെൽവയുടെ പ്യുവർ കോക്കനട്ട് ഓയിലാണ്. പ്യുവർ ആണ്. കുഞ്ഞുങ്ങളുടെ മേനിക്ക് സുഗന്ധം പകരാൻ. കുഞ്ഞുങ്ങളുടെ അത് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കുഞ്ഞുണ്ടോ പൈതൃക നമ്മുടെ വെർജിൻ കോക്കനട്ട് ഓയിലാണ്. ഇത് തന്നെന്ന് പറഞ്ഞുകൊണ്ട് കല്യാണം കഴിച്ചു കുഞ്ഞുങ്ങളൊക്കെ പറയാനൊന്നും പോണ്ട. ചേട്ടൻ കല്യാണം കഴിച്ചിട്ടുണ്ടോ? അതെ. എന്തായാലും നമ്മള് ഗിഫ്റ്റ്സ് ഒക്കെ നമ്മൾ കൊടുത്തു. നമ്മൾ വളരെ ഹാപ്പിയാണ് അല്ലേ? നമ്മുടെ നല്ല ഒരു അടിപൊളിയായിട്ടുള്ള ഫണ്ണായിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു. താങ്ക് യു സോ മച്ച് ചേട്ടാ ഫോർ ജോയിനിങ് us. ഈ ഒരു എപ്പിസോഡിൽ ഭയങ്കര ഫണ്ണാക്കി. സഭയ്ക്ക് നല്ല മൂവീസ് വരട്ടെ അല്ലേ? ഇപ്പോൾ ഓൾറെഡി നല്ല മൂവീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒത്തിരി അധികം നല്ല പ്രോജക്ട്സ്. എന്താണ് ഇനി പറയാനുള്ളത്? തലവര അപ്പോൾ തിയേറ്ററുകളിൽ നന്നായിട്ട് തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കുടുംബസമേതം പോയിട്ട് തലവര കാണുക. തലവര മാറട്ടെ അല്ലേ? അടിപൊളി. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് എല്ലാ പ്രേക്ഷകർക്കും. നമ്മുടെ ഈ എപ്പിസോഡ് വാച്ച് ചെയ്ത് നിങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് നല്ല രുചികരമായിട്ടുള്ള ഒരു സാലഡും കൂടെ ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് ഫുഡ് കഴിക്കുകയാണെങ്കിൽ അല്ലേ നല്ല. കാരണം ചിങ്ങമാസം തുടങ്ങുന്നു അല്ലേ? ചിങ്ങമാസമൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓണത്തിന് ശേഷവും എല്ലാം ഈ പുതിയ വർഷത്തിൽ നിങ്ങൾക്ക് ഒരു സാലഡും കൂടെ നിങ്ങളുടെ ലൈഫിൽ എല്ലാ ദിവസവും ഉണ്ടാവട്ടെ. അതെ, അപ്പം എന്തായാലും അടുത്ത എപ്പിസോഡിൽ നമ്മൾ പുതിയ ഡിഷസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും സൈനിങ് ഓഫ് ഫ്രം നേഹ മാത്യു, ഷെഫ് നളൻ ആൻഡ് ശരത് സഭ. ബൈ.